ഇതെന്തുകോ കമ്പൂച്ചിയാണ് കിടന്ന് കാണിക്കണം ഭക്ഷണത്തിന് മുമ്പിൽ ഇരുന്ന് കണ്ണും കൂട്ടിയിരുന്ന് തിന്നണം. ഇത് എന്നോട് എന്താ ഡോക്ടർ പറഞ്ഞേക്കുന്നത്? കണ്ണീ കണ്ടതെല്ലാം മരിച്ചുവാലി കഴിക്കരുത്. അപ്പൊ കണ്ണു കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം മരിച്ചുവാലി കഴിക്കൂലേ? അതുകൊണ്ട് കണ്ണടച്ചിരുന്ന് കഴിക്കുന്നു. കണ്ണൊന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞതേ പുറത്തുനിന്ന് വലിച്ചുവാരി തിന്നരുതെന്നാണ്. അതായിരുന്നു. അല്ലെങ്കിലും ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ആരായാലും മരിക്കും. കുറച്ചു പേര് സ്വർഗത്തിൽ പോകും, കുറച്ചു പേര് നരകത്തിൽ പോകും. ഞാൻ ഏതായാലും സ്വർഗത്തിലേ പോകും. അതിനുള്ള എല്ലാ വഴിയും ഞാൻ ചെയ്യും. ഞാനായാലും നരകത്തിൽ പോകില്ല. അങ്ങനെ മനസ്സിലായി. നിന്നെ കിട്ടി അച്ചുവിട്ടിലല്ലേ കഴിയണത്. ഇതിലും വലിയ എന്ത് പാപം ഞാൻ അനുഭവിക്കാനാണ്. അപ്പടി സ്നേഹം പറയണോളൂ. സ്നേഹം എന്നോട് ഒരു സ്നേഹമില്ല നിനക്ക്. ഒരു അത്യാവശ്യം വന്നപ്പോൾ നിന്നോട് ആ മാല പണയാൻ പോട്ടെ. നിന്നോട് 2 വള ഞാൻ ചോദിച്ചാ അത് തന്നാ നീ. ഒരു മോതിരം നിനക്ക് തരായിരുന്നില്ല. ആണോ? ഇത് ഈ സ്വർണം കൊണ്ടുപോയി നിങ്ങള് പണയം വെച്ചാ നിങ്ങളെ പോലീസ് പിടിച്ചോണ്ട് പോണത് ഞാൻ കാണേണ്ടി വരില്ലേ? മുക്കായിരുന്നല്ലേ? മൊത്തത്തിൽ മുക്കാണല്ലോ. ഞാനേതായാലും ഒരു സ്ഥലം വരെ പോയിട്ട് വരാം കേട്ടാ. ആ ബാബുസ്വാമിന്റെ മകന്റെ കല്യാണം. ഒരു പൊട്ടി അവിടെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് ഓടിച്ചല്ലോ. അവിടെ ആരെങ്കിലും വിളിച്ചിട്ടാണോ ചെല്ലണത്? അപ്പൊ ഇന്ന് അവിടെ ഒരു അപകടം നടക്കാൻ പോകണു. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകണു. അതുവഴി ഞാൻ വേറെ 2 സ്ഥലത്ത് കയറാറുണ്ട്. അവിടെ പോയിട്ട് വരുള്ളൂ. ചെറിയ ചർച്ചയുണ്ട് കേട്ടോ. ഫോൺ വിളിച്ച് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുക. എപ്പോഴാ പറഞ്ഞേട്ടോ. ആ രാവിലെ തന്നെ പണിയിലാണോ? കുറച്ച് ദിവസമല്ലേ കണ്ടിട്ട്. പറയണ കുറച്ച് ദിവസമായി വന്നിട്ട്. അതെ ഞാനിപ്പോ എന്താ വന്നേന്നറിയോ? അത് ഞാനെങ്ങനെ അറിയാനാ? പറഞ്ഞാലല്ലേ അറിയുള്ളൂ. അതല്ലേ പറയാൻ പോണത്. നീ തോക്കി കയറി വെടിവെക്കല്ലേ. നിന്റെ ചേട്ടനോട് പറഞ്ഞിട്ടെ എന്റെ ഡിവോഴ്സിന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരണം. അത് കൊള്ളാം. എന്റെ ചേട്ടനാണോ കല്യാണം കഴിച്ചേക്കണത്? നിങ്ങൾക്ക് ഡിവോഴ്സ് ആണെങ്കിൽ കെട്ടിയോനോട് ഒന്ന് പറ. ഇടി അതല്ല ഇടി, ഞാനായിട്ട് മുൻകൈ എടുത്തിട്ട് ഈ ഡിവോഴ്സിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം മാസച്ചെലവിനുള്ള കാശും കോടതി തരൂല. നിന്റെ ചേട്ടൻ പറഞ്ഞ അയാൾ കേൾക്കും. ഒന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി താടി. പിന്നെ എന്തിനാണ് ഇതൊക്കെ കെട്ടാൻ പോയത്? കെട്ടണ്ടായിരുന്നു. പ്രേമിച്ച ചെക്കനെ തന്നെ കെട്ടിയാ മതിയായിരുന്നു. അപ്പൊ പ്രേമൊക്കെ ഉണ്ടായല്ലേ? പിന്നെ അല്ലാണ്ട് പിന്നെ അത് അങ്ങോട്ട് കെട്ടായിരുന്നില്ലേ? അതെങ്ങനെയാണ്? ഞാൻ പ്രേമിച്ച സമയത്ത് ആ ചെക്കനാണെങ്കിൽ ഭയങ്കര അലമ്പനായിരുന്നു. കള്ളുകുടി, സിഗരറ്റ് വലി, ചീട്ടുകളി, പണിക്കും പോകൂല, മൊത്തം അലമ്പായിരുന്നു ആ ചെക്കൻ. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞേ ഈ ദുശീലങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. അന്റെ ദുശീലമൊക്കെ മാറ്റിയായിരുന്ന? ഞാൻ പറയേണ്ട താമസം ചെക്കനങ്ങട് നന്നായിടി. അവൻ കള്ളുകുടി നിർത്തി, ചീട്ടുകളി നിർത്തി, സിഗരറ്റ് വലി നിർത്തി, ജോലിക്കും പോവാൻ തുടങ്ങി. ഇത്രയും നല്ലൊരു പയ്യൻ ആ പ്രദേശത്തില്ല. എന്നിട്ട് എന്താ കെട്ടാഞ്ഞേ? അതെങ്ങനെയാണ്? അവനെല്ലാം നിർത്തി കഴിഞ്ഞപ്പോ അവന്റെ അമ്മ പറഞ്ഞു, ഇത്രയും സൽസ്വഭാവ ചെക്കന് എന്തിനാണ് ഈ അലവലാതി പെണ്ണിന, അതുകൊണ്ട് വേറെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. എന്റെ ആ ചെക്കൻ വേറെ കെട്ടിയായിരുന്നോ? അതല്ലേ രസം. അവൻ ഇതുവരെ കെട്ടിയിട്ടില്ല. ഈ മാരണമൊന്നും ഒഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അങ്ങോട്ട് പോവായിരുന്നടി. അത് കലക്കിയതായാലും. അല്ല അപ്പൊ അമ്മ പറയൂലേ വേണ്ടാന്ന്? അതല്ലേ അവര് കിടപ്പിലാണ്. അതിനന്ന് പ്രാഗിയാ അവരതോടെ കിടപ്പില്ല. ഇപ്പൊ അവർക്ക് ആരായാലും മതി എന്നായി. എന്നുവെച്ചാൽ നോക്കണമല്ലോ അടി. അപ്പൊ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാല് അവനാണെങ്കിൽ എന്നെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. പൊന്നിനാണെങ്കി ഇപ്പൊ നല്ല വിലയും വിലയും കിട്ടും, എന്റെ നിലയും കിട്ടും. ഇവരുടെ കാലശേഷം ആ സ്വത്തുക്കളും നമുക്കായി. അതെങ്ങനെയാണ്? ഇതൊന്നും ഒഴിഞ്ഞു പോയാലല്ലേ നടക്കുള്ളൂ. നിന്റെ ചേട്ടൻ വിചാരിച്ചാലേ അത് നടക്കുള്ളൂ. ഞാൻ പറയാ. പക്ഷെ ഈ പുള്ളിക്ക് വേറെ എന്തെങ്കിലും അഫെയർ എങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഏത് നേരം നോക്കിയാലും ഓൺലൈനിൽ കാണാം. 12 മണിക്കൂർ ഫേസ്ബുക്കിലാണെങ്കിൽ 12 മണിക്കൂർ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ആയിട്ട് കാണാം. കണക്ഷൻ എന്തെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമോ? ഞാൻ എന്റെ മുറിയിലും അയാൾ അയാളുടെ മുറിയിലുമാണ് കിടക്കണത്. ഇല്ല, സംസാരമൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൽ അയക്കും. അയാൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അയാൾ എനിക്കും വാട്സപ്പ് ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്നത്. 2 മുറി ഉണ്ടായതുകൊണ്ട് കൊള്ളാം. അല്ലെങ്കിൽ അയാൾ ബാത്റൂമിൽ കിടക്കേണ്ടി വന്നാലും ഞാൻ എന്റെ മുറി വിട്ടു കൊടുക്കുന്നില്ല. ഞാൻ ആലോചിക്കണേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ആൾക്കാര്. എന്തൊരു മെനക്കെട്ട സ്വഭാവമാണെന്ന് അറിയാമോ? ഒരു വിവരവും ഇല്ലടി. എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ നമുക്ക്? ഒരു വിവരവും ഇല്ല, പഠിപ്പും ഇല്ല,
ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഞാൻ എങ്ങനെ വന്ന് പെട്ടെന്ന് ആലോചിക്കണേണ്. നിനക്കൊരു കാര്യം അറിയോ, നമുക്ക് ഈ ഞങ്ങളുടെ അവിടെ നിന്നും കല്ലുമ്മക്കായ എന്താന്ന് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. ഇവിടെ വന്നേ പിന്നെയാണ് ഈ കല്ലുമ്മക്കായ എന്താണെന്ന് ഞാൻ അറിയണത്. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് കല്ലുമ്മക്കായ ഒന്ന് കാണിച്ചു തരുമോന്ന്. എന്നിട്ടാ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അടുക്കളയിൽ പോയി പച്ചക്കായ എടുത്തുകൊണ്ടൊന്ന് കല്ലിന്റെ പുറത്ത് വെച്ചിട്ട് എന്നോട് പറയണേ കല്ലുമ്മക്കായാന്ന്. എനിക്കന്ന് മനസ്സിലായി ഇയാൾ ഒരു കിളി പോയ മനുഷ്യനാണ്. അത് മാത്രല്ലടി, വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെ വന്ന് ഫസ്റ്റ് നൈറ്റിലേ അയാൾ എന്നെ ഞെട്ടിച്ച്. അതെന്താ? ഞാൻ സാധാരണ പോലെ തന്നെ പാലൊക്കെ ആയിട്ട് റൂമിലേക്ക് വന്നു, സാരിയൊക്കെ കൊടുത്ത് നമ്മൾ സാധാരണ വന്ന പോലെ വന്നു. എന്നെ പിടിച്ചടുത്തിരുത്തി. പറയണ്ട എൻ്റെ കൊച്ചേ, നീ ഏത് റൂട്ടിലാ പോണത്? മെയിൻ റോട്ടിൽ കൂടി പോണ്ടേ, നീ ഇടവഴി പിടിക്കണ എന്തിനാണ്? നീ ഞാൻ പറയണൊന്ന് കേക്ക്. അതൊന്നും അല്ല. പിന്നെ എടി എനിക്ക് പാറ്റേനെ പേടിയാണ്. ഞാൻ നോക്കുമ്പോ ബെഡ്റൂമിൽ ഒരു പാറ്റ. ഞാൻ ഒച്ചയെടുത്തതും ഇയാൾ വേഗം തന്നെ ഓടിപ്പോയി ചൂലുംകെട്ട് എടുത്തിട്ടുണ്ടെന്ന് ആ പാറ്റേനെ തല്ലിക്കൊന്ന് ആ പാറ്റയുടെ തലയെ കൊണ്ട് എൻ്റെ തലേന്ന് ഒരു പൂവ് എടുത്ത് വെച്ചിട്ട് എന്നോട് പറയണേ ഇത് പാറ്റയല്ലടി, ഇത് പൂമ്പാറ്റയാണെന്ന്. അന്ന് എനിക്ക് മനസ്സിലായി ഇയാള് പോക്കാണെന്ന്. പാറ്റേനെ കാണിച്ച് പൂമ്പാറ്റയാണെന്ന് പറഞ്ഞാല് ടാറ്റയും കൊടുത്ത് പോണേട്ടാ നല്ലത്. അതാണ് ഞാൻ പറഞ്ഞത്. നീ എങ്ങനെയെങ്കിലും ചേട്ടനോട് പറഞ്ഞു ഇതൊന്ന് ശരിയാക്കി താഴെ. ഇത് ഞാൻ പറയും, എന്തായാലും പറയും ഞാൻ. അതേ, ചേട്ടനൊരു കല്യാണത്തിന് പോയിട്ട് വേറെ ആരെയോ പോയി കാണും എന്ന് പറയുന്നുണ്ടായി. നീ ചേച്ചിയുടെ ഭർത്താവിനെ കാണാൻ പോയതായിരിക്കോ? ആയിരിക്കോ? സാർ എന്താ വേണ്ടത് സാർ? ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഞാനുണ്ട്, മുതലാളിയുണ്ട്, 3 പണിക്കാരുണ്ട്. അവർ ബംഗാളികളാണ്. അതല്ലേ ചോദിച്ചാൽ കടിക്കാൻ എന്തുണ്ട്? കഴിക്കാൻ അവിടെ ഒരു പട്ടി ഉണ്ട് സാർ. ഇപ്പോൾ കടികൊള്ളാതെ പോയാൽ സാറിന്റെ ഭാഗ്യം. അതല്ലോട് കഴിക്കാൻ എന്താ ഉള്ളത്? കഴിക്കാൻ എല്ലാം ഉണ്ട് സാർ. പുട്ട്, അപ്പം, ഇടിയപ്പം, മൂത്തപ്പം, അതെല്ലാം ഉണ്ട്. വെള്ളയപ്പം, അതെല്ലാം ഉണ്ട് സാർ. ചില്ലി ചിക്കനും പൊറോട്ടയും. ചില്ലി ചിക്കനും പൊറോട്ട ഉണ്ട് സാർ. ബീഫും പുട്ടും ഒക്കെ ഉണ്ട്. ബീഫും പുട്ടും ഉണ്ട് സാർ. റെസ്റ്റോറന്റ് ആകുമ്പോൾ അതെല്ലാം ആവശ്യമാണ്. എനിക്കൊരു വടയും ഒരു കട്ടൻ ചായ മതി. വേഗം വരണേ. നീ ഇവിടെ വന്നിരിക്കണോ? നിങ്ങൾക്ക് കഴിക്കാൻ വേണം വല്ല ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക്. അതെനിക്കും കൂടി ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ചിലവിൽ എനിക്ക് വാങ്ങി തന്നാൽ മതി. നല്ല ഐഡിയ ആണല്ലേ. നിന്റെ ഭാര്യ എന്ത് ഭാര്യയുടെ? എന്താണ്? ഇന്നലെ വഴി വെച്ച് കണ്ടായിരുന്നു ഞാൻ ഇവിടെ വൈഫിനെ. ഞാൻ ചോദിച്ചു ഇവനിവിടെ വീട്ടിലുണ്ടാന്ന് ചോദിക്കൽ മാത്രമേ, ഒന്നും നോക്കിയുമില്ല, പറഞ്ഞുമില്ല, മിണ്ടിയില്ല, ഒരക്ഷരം പോലും മിണ്ടല്ല. എന്നിട്ട് ചെവി കേൾക്കാൻ പല്ലേ? അല്ലെങ്കിൽ വല്ല ഊമയാണോ? അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അവളോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താ? ഞാൻ സംസാരിക്കാറില്ല. നീ ഭർത്താവല്ലേ, അപ്പൊ സംസാരിക്കാറില്ലേ? ഞാൻ മിണ്ടാറുന്നില്ല. ഒന്നും മിണ്ടാറില്ലേ? പകല് മിണ്ടാറില്ല, രാത്രി എന്തെങ്കിലുമൊക്കെ വർത്താനം പറയും. അതല്ല എടാ, ഉറക്കത്തില് ഞാനൊന്നും മിണ്ടാറില്ല. രാത്രി അവൾ ഉറക്കത്തിൽ കിടന്ന് വർത്താനം പറയും, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾ ഭാര്യയും ഭർത്താവല്ലേ ഒരുമിച്ച് പുറത്തു പോകാറില്ലേ? പുറത്തു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് പുറത്തു പോകുമ്പോ പുറകെ ഞാൻ പോവും, ഞാൻ പുറത്തു പോകുമ്പോ പുറകെ അവള് വരും. അതെന്താ അങ്ങനെ? അല്ല, ആരോടെങ്കിലും മിണ്ടുന്നുണ്ടോ വർത്താനം പറയുന്നുണ്ടോന്ന് അറിയാല, വാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. എന്തിനാണ് ഇങ്ങനെ ജീവിക്കണല്ലേ? ഇത് തമ്മിൽ മിണ്ടാറില്ല, ഒരുമിച്ച് കിടക്കാറില്ല, കുട്ടികളും ഇല്ല, എപ്പോഴെങ്കിലും വഴക്കും. ഡിവോഴ്സ് ചെയ്യാൻ അതിനൊക്കെ എന്തിനാണ് അങ്ങനെയുള്ള ഭാര്യനെയൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്? ഡിവോഴ്സ് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല. ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മ മുൻകൈ എടുത്ത് നമ്മ ഡിവോഴ്സിന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മ ചെലവിന് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ ചെലവിന് കൊടുക്കല്ലേ? അവളുടെ ചെലവിലല്ലേ ഞാൻ കഴിയണം. അല്ല മകന. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ വഴക്കിലുള്ള കാരണം എന്താണ് ശരിക്കും? വഴക്കിടാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനന്ന് പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് സിനിമയിൽ അഭിനയിക്കണല്ലോ. പിന്നെ സിനിമയിൽ അന്ന് നീ ഡെയിലി വർക്കല്ലായിരുന്നു? അതെ അതെ. ഇവനെ കിട്ടൂലായിരുന്നു ഒരു കമ്പനി കൂടണമെന്നുണ്ടായി. അങ്ങനെ പെണ്ണ് കാണാൻ പോയല്ല. പെണ്ണ് കാണാൻ ചെന്നപ്പോൾ ഞാൻ പെണ്ണിനോട് മാറ്റി നിർത്തി സംസാരിച്ച്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നതാണ്, വല്ലപ്പോഴേ വീട്ടിലുണ്ടാവുള്ളൂ, ഫുൾ ടൈം സിനിമയിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടാകാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ വഴക്കും വക്കണവും പരിഭവവും ഉണ്ടാകരുതെന്ന് പറഞ്ഞു. ഇത് തലപ്പൊക്കിന് ഞാൻ പറഞ്ഞു പോയതാണ്. പക്ഷേ ഞാനത് പറഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് വർക്ക് ഉണ്ടായിട്ടില്ല, ആരും എന്നെ വിളിച്ചിട്ടില്ല. അതെ. അപ്പൊ ഞാൻ ഫുൾ ടൈം വീട്ടിലുണ്ടെന്നും പറഞ്ഞ് അവള് അതാണ് വഴക്ക്. വഞ്ചിച്ചു എന്നും പറഞ്ഞിട്ട് അതിന്റെ പേര് തുടങ്ങിയതാ. കേസിന് പോകണ്ടാണ്, കേസൊന്നും പിന്നെ പോയില്ല. പോകായിരുന്നു, കേസിന് പോകണായിരുന്നു. അതെ. ഉപദ്രവിക്കാറുണ്ടല്ലേ? ഉപദ്രവിക്കൂലേ? അവള് ഉപദ്രവിക്കാറില്ല. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഉപദ്രവിക്കും. ഞാൻ എന്റെ ബെൽറ്റൂരി ഞാൻ അടിക്കും. സ്നേഹം കൊണ്ട് പറഞ്ഞാണ് ഭാര്യമാരെ തല്ലരുത്, അത് പ്രശ്നമാണ്. സ്ത്രീപീഡന കേസൊക്കെ ഉണ്ടാകും. ആര് തല്ലി? ആ ഭാര്യനെ തല്ലരുത് ബെൽറ്റൂരി എന്ന്. ബെൽറ്റൂരി ഞാൻ അവളെയല്ല തല്ലണത്. എന്റെ ദേഷ്യം ഞാൻ അടക്കാൻ വരത്തിട്ടും തെങ്ങിട്ടും തീർക്കും. ബെൽറ്റൂരി അടിച്ചു. അത്ര ബെൽറ്റാണ്, 10-15 ബെൽറ്റ് ഇപ്പൊ തന്നെ പൊട്ടിച്ചത്. അത് ശരി. അപ്പൊ അവളെന്ത് ചെയ്യും? അവളെ അവളെ സമയത്ത് ഒന്നെങ്കിൽ വരക്കോ അല്ലെങ്കിൽ ഇരുന്ന് വായിക്കും.
ആ വായനയൊക്കെ ഉണ്ടല്ലേ, പുസ്തക വായന പുസ്തക വായനയല്ല, എഴുതാപ്പുറം വായിക്കും. ഇനി വരക്കൂന്ന് പറഞ്ഞു വരക്കും, വരച്ച വരയില് എന്നെ നിർത്തും, അല്ലാണ്ട് ചിത്രകലയല്ല. ഞാനതിന് വരെ നിന്ന് കൊടുക്കാറില്ല. അതൊക്കെ പറഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് അതല്ലേ. നമ്മള് ഭക്ഷണം കഴിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ ജീവിച്ച് അതിന് മാത്രമുള്ള ഒരു താല്പര്യം അത്രേ ഉള്ളൂ. എന്ത് പറയാ, ഇപ്പൊ എന്താ നിന്റെ പ്ലാൻ എന്താ പറയാ? ഒരു പ്ലാനൊന്നുമില്ല, അതിപ്പോ നമുക്ക് സംഭവിച്ചു പോയി. സ്ത്രീകൾക്കൊക്കെ ഓരോ സ്വഭാവങ്ങളാണ്. നമ്മുടെ ക്ഷമയാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതുള്ളത് കൊണ്ട് എനിക്ക് എന്റെ ആരോഗ്യത്തിന് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ക്ഷമിച്ചത് ആ വഴിക്ക് അങ്ങോട്ട് പോകും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ക്ഷമിക്കുക അത്രേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലെങ്ങനെ നിങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ടോ? ഭാര്യയായിട്ടൊന്നും വഴക്കിടാറില്ല? നീ ഇടാറുണ്ടോ? ഞാൻ വഴക്കിടാറില്ല. നമ്മള് വഴക്കിടണമെങ്കിൽ ഞാൻ രാവിലെ വഴക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ അങ്ങോട്ട് കൂടും. പിറ്റേ ദിവസം ഒരു ചെടി അങ്ങോട്ട് നടും വീടിന് മുറ്റത്ത്. ഇപ്പൊ എന്റെ വീടിന് മുറ്റത്ത് ഒരു പൂന്തോട്ടം കണ്ടിട്ടുണ്ടാ? അതങ്ങനെ വഴക്കിട്ട് വന്ന പൂന്തോട്ടമാണ്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ കാടിന്റെ നടുക്ക് വീടും വെച്ച് താമസിക്കേണ്ടി വന്നു. അത് ഈ അവസ്ഥയാണെങ്കിൽ. നിങ്ങളുടെ വീട്ടിലെ നീ പാചകം ചെയ്യണ വൈഫല്ലേ? എന്റെ വീട്ടിൽ ഞാൻ പാചകം ചെയ്യും, അവള് കഴിച്ചിട്ട് പോകും, ഒരു പ്രശ്നമില്ല. പെണ്ണുങ്ങളെ നമ്മൾ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അവർക്ക് പല സ്വഭാവവും, ഓരോന്നോരത്ത് ഓരോ ഭാവങ്ങളും ഓരോ സ്വഭാവങ്ങളും ആണ് അവർ പ്രകടിപ്പിക്കുന്നത്. സത്യം ഞാൻ നുണ പറഞ്ഞല്ലേ? എന്റെ ഭാര്യക്ക് 2 സ്വഭാവം. അത് എന്റെ ഭാഗ്യം. എന്ത് സ്വഭാവം? നല്ല സ്വഭാവം, ചീത്ത സ്വഭാവം. ഈ എന്താണ് ഈ നല്ല സ്വഭാവം? എന്താ നല്ല സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്റെ ഭാര്യ എന്റെ കൂടെ കട്ടക്ക് നിൽക്കും. അടിപൊളി. ചീത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ? ചീത്ത സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ വീട്ടിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണതും എന്റെ ഭാര്യയാണ്.